ബഹുവന്യരായ സയ്യിദ് അവറുകളെ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ ശരീഫിലെ 10 ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമുക്ക് ആയുസ് നീട്ടിയിട്ട് തന്നു. ഈ റമദാൻ തീരുവോളം അല്ലാഹു നമുക്ക് ആയുസ് നൽകട്ടെ. ഇനിയും ഒരുപാട് റമദാനുകളെ ജീവിതത്തിൽ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതും ഇനി ലഭിക്കാനിരിക്കുന്നതുമായ എല്ലാ റമദാനുകളും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ മദ്രസയുടെയും പള്ളിയുടെയും പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പൂർവികരായ മാതാപിതാക്കൾ, നമ്മുടെ പൂർവകാലത്ത് ഈ പള്ളിയും മദ്രസയും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന ആളുകൾ എല്ലാവർക്കും അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും ഈ പരിശുദ്ധമായ മാസത്തിലെ ഓരോ രാത്രികളിലും കോടിക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഇസ്ലാം വളരെ സമഗ്രമായ, സമ്പൂർണമായ, അന്യൂനമായ മതമാണ് എന്നുറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. വിഡ്ഢികളല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അഥവാ പരിശുദ്ധ ദീനിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചിന്തിക്കുകയും ഇല്ല. ആ പരിശുദ്ധ ഇസ്ലാം ലക്ഷക്കണക്കിന് അംബിയ മുർസലുകളിലൂടെയാണ് അല്ലാഹു ഈ ലോകത്ത് പ്രബോധനം ചെയ്തത്. അതിൽ അവസാനം അന്ത്യപ്രവാചകരായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു പറഞ്ഞയച്ചു. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് ലക്ഷക്കണക്കിന് സഹാബികളെ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടി അവരോടായി നടത്തിയ സുദീർഘമായ പ്രസംഗം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ ദിവസത്തിൽ اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. നിങ്ങൾക്ക് ഇന്ന് ഈ മതം ഞാൻ പൂർത്തീകരിച്ചു തരുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മതമായി ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു. അതിന്റെ ശേഷം ഇവിടെ ഇസ്ലാം മത കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും മതപരമായ ആദർശങ്ങൾ ഈ ലോകത്ത് പ്രബോധനം ചെയ്യുന്നതും പ്രവാചകന്മാരല്ല. പ്രവാചകന്മാർ വരികയും ഇല്ലല്ലോ. ലാ നബിയ ബഅദി. എന്റെ ശേഷം ഇനിയൊരു നബി വരില്ല. അന ഖാതിമുൻ നബിയ്യീൻ. ഞാൻ അന്ത്യപ്രവാചകനാണ്. ഈ രൂപത്തിൽ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാനും മതപ്രബോധനത്തിനും പിന്നീട് ഇവിടെ ഉണ്ടാകുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അംബിയാക്കൾ ഇവിടെ അനന്തരമായി ഒന്നും ഭൗതികമായി ഒന്നും നൽകിയിട്ടില്ല. അതേസമയം അവരുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ അനന്തരമായി അവർക്ക് ലഭിച്ചത് ഇൽമാണ്. പ്രവാചകന്മാരിൽ നിന്ന് ലഭിച്ച ഇൽമ് വിതരണം ചെയ്യുന്നവരാണ് ലോകത്ത് കഴിഞ്ഞുപോയവരും ഇന്ന് നിലനിൽക്കുന്നവരുമായ എല്ലാ പണ്ഡിതന്മാരും.
ആ പണ്ഡിതന്മാരാണ് ഈ ലോകത്ത് എന്നും ആളുകൾക്ക് പ്രകാശം നൽകിയത്. പരിശുദ്ധ ഇസ്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സമഗ്രമാണ്. എല്ലാ രംഗത്തും മതത്തിൽ നിയമങ്ങളുണ്ട്. നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വ്യക്തമായ പിന്തുടർച്ചയുണ്ട്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. കച്ചവടക്കാരൻ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം നടത്തിയിട്ടുണ്ട്. ആ കച്ചവട രംഗത്ത് ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതും ചെയ്ത് കാണിച്ചതുമായ കാര്യങ്ങളുണ്ട്. അതുപോലെ കർഷകർ, ഏതെല്ലാം രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടോ അവർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാണ്. അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യവും ഈ ലോകത്ത് ഇല്ല. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. ജനിച്ചാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നാം ഒക്കെ ചെയ്യുന്നവരുമാണ്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ആദ്യമായി കേൾപ്പിക്കേണ്ടത് കുട്ടിയുടെ വരവിന്റെ രൂപം രണ്ട് കൈയും മുറുകെ പിടിച്ചുകൊണ്ടാണ്. അഥവാ ദുനിയാവ് മുഴുവനും കൈക്കലാക്കണം എന്ന ഭാവത്തിലാണ് കുട്ടിയുടെ വരവ്. ആ കുട്ടിയുടെ കാതിൽ കേൾപ്പിക്കണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മോനെ, ഈ ദുനിയാവ് മുഴുവനും കൈക്കലാക്കണമെന്ന ഭാവത്തിലാണ് നിന്റെ വരവ്. പക്ഷെ അതല്ല നിന്റെ മനസ്സിൽ വേണ്ടത്. എല്ലാം നിനക്ക് ലഭിക്കും. നീ ആദ്യമായി പുൽകേണ്ടത്, ആദ്യമായി നീ സമ്പാദിക്കേണ്ടത് റബ്ബുൽ ആലമീനെയാണ്. അഥവാ അവന്റെ പൊരുത്തമാണ്. അവനാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. ഈ രൂപത്തിൽ ബാങ്കും ഇഖാമത്തുമാണ് കുട്ടിക്ക് ആദ്യമായി കേൾപ്പിക്കേണ്ടത്. ആ കുട്ടിയുടെ ശരീരത്തിൽ എന്ന് പറയൽ മഹാന്മാർ പ്രത്യേകം പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മുഅവ്വദത്തൈനി ഓതിയിട്ട് മന്ത്രിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ജനിച്ചതിന്റെ ശേഷം അന്നോ 7-ാം ദിവസമോ കുട്ടിയുടെ മുടി കളഞ്ഞ് ആ മുടിയുടെ തൂക്കമനുസരിച്ച് സ്വർണമോ വെള്ളിയോ പാവങ്ങൾക്ക് ധർമ്മം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് അദ്ദേഹം നല്ല പേര് വിളിക്കണം. ആ കുട്ടിയെ നന്നായി അദബ് പഠിപ്പിക്കണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവാനന്തരം അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയോട് ചെയ്യേണ്ടുന്ന മര്യാദകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ മനുഷ്യൻ മരണപ്പെട്ടാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുത്, ഇതും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പൂർവ്വകാലം മുതലേ നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യങ്ങളിൽ ഈ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടും ഉണ്ട്. മരണം അത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. ജനിച്ചതും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. കാലയെ കൂട്ടി ഒരു ദിവസം നിശ്ചയിച്ച് ഈ ലോകത്തേക്ക് വന്നവരല്ല നമ്മളാരും. അല്ലെങ്കിൽ നമ്മുടെ ബാപ്പയോ ഉമ്മയോ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറോ തീരുമാനിക്കുന്ന ഡേറ്റിനല്ല നമ്മൾ പ്രസവിച്ചതും ഇനി നമ്മുടെ ഉമ്മ നമ്മളെ ഗർഭം ധരിച്ചതും ഒന്നും നമ്മുടെ ഇഷ്ടപ്രകാരമോ നമ്മുടെ കാലയെ കൂട്ടിയുള്ള തീരുമാനപ്രകാരമോ അല്ല. എല്ലാം പടച്ചവന്റെ തീരുമാനമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകുന്നു. ആർക്കും ആരെയും കുട്ടികളെ നൽകി തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ നിന്റെ ഭാര്യ പ്രസവിക്കുമെന്ന് തറപ്പിച്ച് പറയാനോ സാധ്യമല്ല. പടച്ചവന്റെ തീരുമാനമാണ് അവിടെ മുഴുവനുമുള്ളത്. ഇതേപോലെ തന്നെ ഒരു മനുഷ്യനും അറിയില്ല അവൻ നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന്. അതുപോലെ എവിടെ വെച്ച്